ശരിക്കും ഫുഡ് ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സുകൊണ്ട് ചെയ്യണം ബിസിനസ്. ഞങ്ങളെപ്പോഴും പറയുന്നതാണ്, നമ്മൾ ബ്രെയിൻ ഉപയോഗിക്കാൻ പാടില്ല, കൂടുതലും ഹാർട്ട് ഉപയോഗിക്കണം. കാരണം നമ്മുടെ ഒരാൾക്ക് ഫുഡ് വിളമ്പുമ്പോൾ മനസ്സ് അറിഞ്ഞുകൊണ്ട് വിളമ്പിയാൽ മാത്രമേ നമുക്ക് സന്തോഷം ഉണ്ടാവും. ഇത്രയും റിസ്ക്കിയായ ബിസിനസ് ആണെങ്കിലും ഇത് കൂടുതൽ ചെയ്യാനുള്ള ഏറ്റവും വലിയ മോട്ടീവ് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കാണ്. റെസ്റ്റോറൻറ്റ് ബിസിനസ് ലാഭം എന്ന് പറയുന്നത് നമ്മുടെ ക്വാളിറ്റി എത്ര ഇമ്പ്രൂവ് ചെയ്യുന്ന അത്ര ചിലവ് കൂടിക്കൊണ്ടിരിക്കും. അപ്പം ലാഭത്തിൻ്റെ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ മറ്റുള്ള ബിസിനസ്സിൻ്റെ പോലെ തന്നെയോ അല്ലെങ്കിൽ കുറവായിരിക്കും. ബ്രാൻഡിങ് ആക്ടിവിറ്റിയേക്കാൾ കൂടുതൽ നമ്മൾ നല്ലൊരു ക്വാളിറ്റി സർവീസും കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രാൻഡാവും എന്നുള്ളതാണ് നമ്മുടെ അനുഭവത്തിൽ നിന്ന് പഠിച്ചത്. കാരണം ഇത്രയും കാലം നമ്മൾ കൊണ്ടുവന്ന ബ്രാൻഡിങ് പ്രത്യേകമായിട്ട് ചെയ്തിട്ടില്ലെങ്കിലും ചെന്നൈയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഏകദേശം ആൾക്കാർക്ക് അറിയായിരിക്കും. അപ്പോൾ ഒരു വിശ്വാസം. മലയാളി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ വളരെ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ച ഒരു ബ്രാൻഡാണ് ഇന്ന് നമ്മുടെ കൂടെ നമ്മളുടെ വിജയഗാഥ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ അതിഥിയായിട്ട് വന്നിട്ടുള്ളത്. അഹ്ലൻ ഗ്രൂപ്പിൻ്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ആയിട്ടുള്ള സാജിദയ്ക്കാണ്. ഒരുപാട് സന്തോഷം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരുപാട് റെസ്റ്റോറൻറ്റ് മേഖലയിൽ അല്ലെങ്കിൽ ഒരുപാട് ചെയിനുകളുണ്ട് അല്ലേ? എന്തൊക്കെയാണ്? കാരണം അതിനെക്കുറിച്ചിട്ട് തന്നെ ആദ്യം തുടങ്ങിയത് പാം ഷോർമൻ്റെ റെസ്റ്റോറൻ്റ് ആയിരുന്നു. ശരിക്കും ഒരു ഫാമിലി ബിസിനസ്സാണ്. ഫാദറിനൊക്കെ ഹോട്ടലായിരുന്നു ചെന്നൈയിൽ. ഒരു 60 വർഷം മുട്ടങ്ങ് ചെന്നൈയിൽ എത്തിയിട്ട് ഹോട്ടൽ തുടങ്ങിയാണ് ഫാദറിൻ്റെ 3 ബ്രദേഴ്സും. അപ്പോൾ അതിൽ എൻ്റെ ഫാദർ തുടങ്ങിയത് ഹോട്ടൽ സംസം എന്നാണ്. അതിൻ്റെ ജ്യേഷ്ഠന്മാർ ഹോട്ടൽ സാംകോ, ഹോട്ടൽ മജസ്റ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് 1965-68 സമയത്ത് തുടങ്ങിയതാണ്. ഞാൻ ചെന്നൈയിൽ വരുന്നത് 1997-ലാണ്. എൻ്റെ ഡിഗ്രി പഠിക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് ചെന്നൈയിൽ ഈ അറബിക് റെസ്റ്റോറൻ്റ് ഇല്ലായിരുന്നു. 2006-ലാണ് ഞാൻ ആദ്യമായിട്ടൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നത്. അപ്പോൾ അന്ന് ഈ അറബിക് ഫുഡ് എന്നുള്ളത് വളരെ കുറച്ച് ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഷവർമ അല്ലെങ്കിൽ ഈ ഗ്രിൽ ചിക്കൻ കേരളത്തിൽ കുറച്ചുകൂടി കൂടുതലുണ്ടാവും, കാരണം ഈ ഗൾഫിൻ്റെ സ്വാധീനമുള്ളത് കൊണ്ട്. ചെന്നൈയിൽ അങ്ങനത്തെ ഒരു ഫുഡ് അത്രയധികം ഫെമിലിയർ ആയിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഒരു പാം ഷോർമൻ്റെ അറബിക് സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റ് തുടങ്ങി. അതാണ് ആരംഭം അവിടെ നിന്നാണ്. ചെന്നൈ എന്ന് പറയുമ്പോഴേ, കാരണം നമ്മൾ മലയാളികളാണ്, എസ്പെഷ്യലി മലബാറുകാരാണ്. എന്നിട്ട് നമ്മൾ ചെന്നൈയിൽ പോയിട്ട് എന്ന് പറയുമ്പോൾ ഫാദർ ഓൾറെഡി അവർ ഓൾറെഡി ഒരു ബേസ് അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് അവിടെ പോകാനുള്ളൊരു ചാൻസ് കിട്ടിയതാണ്. പിന്നീട് അഹ്ലൻ ഗ്രൂപ്പിൻ്റെ കീഴിൽ ഏതൊക്കെ? പിന്നീട് ഞാൻ 2008-ലാണ് പാം ഷോർ തുടങ്ങുന്നത്. 2012 ആകുമ്പോഴത്തേക്ക് അഹ്ലൻ എന്നുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൻ്റെ കീഴിൽ മൾട്ടിപ്പിൾ ബ്രാൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചു. കാരണം ഈ ഫുഡ് ബിസിനസ്സിന് ഒരുപാട് സാധ്യതകളുണ്ട്. ഡിഫറെൻറ്റ് കോൺസെപ്റ്റിനാണ് ഒരുപാട് സാധ്യതകളുണ്ട്. വലിയ കോൺസെപ്റ്റ്, ചെറുത്, പിന്നെ മൾട്ടി ക്വസ്റ്റൻ. അപ്പോൾ എൻ്റെ കൂടെ കുറേ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കൂടി മുന്നോട്ട് വരണമെങ്കിൽ കൂടുതൽ വളർന്നാലേ കൂടുതൽ ആൾക്കാർക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അഹ്ലൻ ഫുഡ് പാർട്ട്നേഴ്സ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. അതിൽ 2 അനുജന്മാരും എൻ്റെ ഒരു കസിൻ ബ്രദറും 3 പേര് ചേർത്ത് തുടങ്ങി. അങ്ങനെ കോപ്പർ കിച്ചൺ വേറൊരു ബ്രാൻഡ് വന്നു. പിന്നെ ബിരിയാണി മുബാറക്ക് വേണ്ടി വേറൊരു ബ്രാൻഡ് വന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് 3 ബ്രാൻഡായിട്ട് 23 ഔട്ട്ലെറ്റ്സ് റെസ്റ്റോറൻറ്റുകളുണ്ട്. ചെന്നൈ ഇല്ലാതെ ബാംഗ്ലൂർ, പോണ്ടിച്ചേരി, കേരളം, ഇവിടെയൊക്കെ നമുക്ക് റെസ്റ്റോറൻറ്റ് ഉണ്ട്. കോപ്പർ കിച്ചണൊക്കെ വളരെ വലിയ രീതിയിൽ. ഇപ്പോൾ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു വികാരമാണ്. കാരണം ഭക്ഷണം അത് നമ്മളുടെ മനസ്സിനെ നിറയ്ക്കും. അതിനൊരു പരിധിയുണ്ട്. കാരണം കഴിക്കുന്നതിന് പരിധി ഉണ്ടെന്ന് പറയും. മറ്റുള്ള എന്ത് നോ പറയില്ല. പക്ഷേ ഒരാളെ തൃപ്തിപ്പെടുത്താൻ പറ്റും. അത് കാരണം അതിന് സ്റ്റോപ്പ് ഉണ്ട്, എൻഡ് ഉണ്ട്. പക്ഷെ അതേ സമയം അതിന് വേറൊരു മുഖം കൂടി ഉണ്ട് അല്ലേ? കാരണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സെൻസിറ്റീവാണ്. ഇഷ്ടപ്പെടുന്നതിനെക്കാളും കൂടുതൽ വേറെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വലിയൊരു ഉത്തരവാദിത്വമാണ്. എങ്ങനെയാണ്? കാരണം ഹോട്ടൽ ഇൻഡസ്ട്രി എടുക്കുന്ന സമയത്ത് അതൊരു ഹെവി റിസ്ക് ആണ്. ശരിക്കും ഫുഡ് ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സുകൊണ്ട് ചെയ്യണം ബിസിനസ്. ഞങ്ങളെപ്പോഴും പറയുന്നതാണ്, നമ്മൾ ബ്രെയിൻ ഉപയോഗിക്കാൻ പാടില്ല, കൂടുതലും ഹാർട്ട് ഉപയോഗിക്കണം. കാരണം നമ്മുടെ ഒരാൾക്ക് ഫുഡ് വിളമ്പുമ്പോൾ മനസ്സ് അറിഞ്ഞുകൊണ്ട് വിളമ്പിയാൽ മാത്രമേ നമുക്ക് സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഇത് വെറുതെ ഒരു വാക്ക് പറയുന്നതല്ല. ഏതൊരാളും ഫുഡ് ബിസിനസ്സിൽ വിജയിച്ച ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവരൊക്കെ ഫുഡ് വിളമ്പാൻ മനസ്സിലുള്ള ആൾക്കാരായിരിക്കും. ഈ അതിൻ്റെ ഒരു പ്രൈസ് നോക്കാതെ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടില്ലാതെ കസ്റ്റമേഴ്സിനെ തൃപ്തി അനുസരിച്ച് വിളമ്പുമ്പോഴാണ് ഈ ഫുഡ് ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റുക. വിളമ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഡെലിവറി ചെയ്യുന്നത് ആരാണ് അതിലൊരു റോൾ മോഡൽ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടം? ഫാദർ നമ്മൾ തുടക്കത്തിൽ തന്നെ ഈ റെസ്റ്റോറൻറ്റിലായതുകൊണ്ട് നമുക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളൊരു മാനസികമായിട്ടുണ്ട്. പിന്നെ നാട്ടിൽ പറയുകയാണെങ്കിൽ വീട്ടിലെ ഉമ്മ, ഞങ്ങൾ വലിയ ഫാമിലിയാണ്. ഞങ്ങൾ 11 മക്കളുണ്ട്. മൂത്തല്ല, ഞാൻ 7ാമത്തെ ആളാണ്. ആൺകുട്ടികളിൽ 3ാമത്തെ ആളാണ്. അപ്പോൾ വലിയ ജോയിൻറ്റ് ഫാമിലി പോലെ കഴിഞ്ഞതുകൊണ്ട് എപ്പോഴും വീട്ടിലിങ്ങനെ ഫംഗ്ഷനുകളും
സൽക്കാരങ്ങളൊക്കെ മലബാറാണ് അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഫുഡ് കൊടുത്തിട്ടുള്ളൊരു പരിചയം ചെറുപ്പത്തിലേ ഉണ്ട്. ഭക്ഷണം കൊടുക്കുക എന്നുള്ളതൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു ആ പറ്റുന്നത്. ഈ ലോകത്തെ ഏറ്റവും നല്ല കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചോ എന്ന ചോദ്യമാണ് ഏറ്റവും നല്ലത്. അത് ശരിക്കും തമിഴന്മാരെ കണ്ടുപിടിക്കണത്. അവർ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം സാപ്പിട്ടീങ്ങളാണെന്ന് ചോദിക്കുക. നമ്മൾ മലയാളീസൊക്കെ സുഖമല്ലേ എന്ന് ചോദിക്കുന്നതിന് പകരം അവർ ചോദിക്കുക സാപ്പിട്ടീങ്ങളാണെന്നാണ്, ഫുഡ് കഴിച്ചോ എന്നുള്ളത്. അതിന് വലിയൊരു ചോദ്യമില്ല സീരിയസ്ലി. കാരണം ഏറ്റവും സ്നേഹം അല്ലെങ്കിൽ കെയർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇഷ്ടം ഡെലിവറി ചെയ്യുന്നതാണ് കഴിച്ചോ എന്ന് ചോദിക്കുന്നത്. ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാണ്? അതെപ്പോഴും ബിരിയാണിയാണ്. നമ്മൾ ബിരിയാണിയാണ് ഓഫ് കോഴ്സ്. എന്തൊക്കെ പുതിയ ഡിഷസ് ഒക്കെ വന്നാലും ബിരിയാണിയാണല്ലോ നമ്മുടെ നോൺ വെജ് എന്ന് പറയുമ്പോൾ ബിരിയാണിയാണ്. കുക്ക് അത്ര ചെയ്യാറില്ല, നമ്മൾ വിളമ്പുന്ന ആൾക്കാരാണ്. അതെ, പുതിയ പുതിയ റെസിപ്പീസ് ഒക്കെ പരീക്ഷിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ അധികം വീട്ടിലാണെങ്കിൽ വൈഫിന് വെച്ചിട്ട് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റാണെങ്കിൽ ഷെഫിന് വെച്ചിട്ട് പറയും. നമുക്ക് ചെയ്തുള്ള കഴിവ് കുറവാണ്, കഴിച്ച് ടേസ്റ്റ് നോക്കിയിട്ടുള്ളത്. ശരിക്കും ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ പറയുകയാണെങ്കിൽ, കാരണം നമ്മൾ എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഫുഡ് വെക്കാൻ കുറേ ആൾക്കാരുണ്ട്. അത് നമുക്കങ്ങനെ പറയുമോ? നമ്മൾ പുതിയ ഡിഷസ് കാണുന്ന സമയത്ത്, വേറെ സ്ഥലത്ത് പോയിട്ട് നല്ല ടേസ്റ്റ് കാണുന്ന സമയത്തൊക്കെ എങ്ങനെ റെഫറൻസസ് ഒക്കെ കൊടുക്കുമോ? അതെ, നമ്മൾ എവിടെ പോകുമ്പോഴും ഫുഡ് ആണ് ഫസ്റ്റ് ട്രൈ ചെയ്യുക. എവിടെ പുറത്ത് യാത്ര ചെയ്യണമെങ്കിലൊക്കെ എന്തെങ്കിലും വെറൈറ്റി ഫുഡ് കഴിക്കാൻ ശ്രമിക്കും. അതെന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് നമ്മുടെ ഷെഫുമായിട്ടൊക്കെ ഷെയർ ചെയ്യും. എങ്ങനെ കൾച്ചർ എങ്ങനെ? കാരണം നമുക്ക് പല പല സ്ഥലങ്ങളിൽ നമ്മുടെ ബിസിനസ്സുകളുണ്ട്. ഏറ്റവും ഫുഡിനോട് പ്രിയമുള്ള ആളുകൾ എവിടെയാണ്? കൂടുതലും ചെന്നൈ തന്നെയാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട്. ചെന്നൈയിൽ ഭയങ്കര ഫുഡ് പ്രിയമാണ്. അതെ, ഫുഡ് അവിടുത്തെ ആൾക്കാർക്ക് ഭക്ഷണം എന്നുള്ളത് നല്ലൊരു ഭക്ഷണം വിളമ്പുന്ന ആൾക്കാർ ഭയങ്കര റെസ്പെക്റ്റ് ചെയ്യും. അതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര റെസ്പെക്റ്റാണ്. ശരിക്കും നമ്മൾ തമിഴ്നാട്ടിലത്തെ ആളുകളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. കേരളം പൾസ് എങ്ങനെയാണ്? കേരളത്തിലെ കസ്റ്റമേഴ്സിനെ കുറച്ചും കൂടി ഫുഡ് നോളജ് കൂടുതലാന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് മലബാറിലെ ആൾക്കാർക്ക് ഫുഡിനെ പറ്റി കുറച്ച് നന്നായിട്ട് അറിയാം. അപ്പോൾ അവർക്ക് ശരിക്കും ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഫുഡൊക്കെ ഓർഡർ ചെയ്യുക. മാത്രമല്ല അവർ ടേസ്റ്റ് ചെയ്യാൻ എല്ലാ ടേസ്റ്റും ചെയ്യാൻ റെഡി ആയിരിക്കും. പക്ഷെ അവർക്ക് ആ ഒരു തൃപ്തിപ്പെടുത്താൻ കുറച്ച് പണിയാണ്. നമ്മളവരെ കാരണം അവർക്ക് അറിയാവുന്നത് കൊണ്ടാന്ന് തോന്നുന്നു കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരും. അതൊരു മെയിൻ വിഷയമാണ്. പക്ഷെ നല്ല ഫുഡ് കൊടുത്താൽ നല്ല അഭിപ്രായം പറയും. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു മലയാളികൾ പരീക്ഷണങ്ങൾ ഭയങ്കരമായിട്ട് എടുക്കും. പരീക്ഷണം നന്നായിട്ട് എടുക്കും. നല്ല ഫുഡാണെങ്കിൽ അവർ തന്നെ പ്രൊമോട്ട് ചെയ്യും. അതുപോലെ തന്നെ മോശമാണെങ്കിൽ അവർ തന്നെ ഡീപ്രൊമോട്ടും ചെയ്യും. അതാണ്, മനസ്സ് തുറന്നിട്ടാണ് അവർ കാര്യം. കോപ്പർ കിച്ചനെ കുറിച്ചിട്ട് ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്. കോപ്പർ കിച്ചൺ, ആ കോപ്പർ എന്നുള്ള പേര്, കാരണം ആ പേരിനെ കോപ്പർ കിച്ചണിൽ പോയിട്ടുള്ളവർക്കറിയാം അവിടെ ചെമ്പ് പാത്രങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഇപ്പം കേരളത്തിൽ ഇന്റീരിയറൊക്കെ ആളുകൾ ഇപ്പം ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ മുൻപ് തൊട്ടേ അതിനെ ശ്രദ്ധിച്ചു തുടങ്ങുന്നുണ്ട്. അതിനെക്കുറിച്ച് അതെ, ഞങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്നുള്ളതിലാണ് കോപ്പർ എന്നുള്ള പേര് സെലക്ട് ചെയ്തത്. ഈ ഫുഡിൻ്റെ ഏറ്റവും ഫുഡ് കുക്ക് ചെയ്യാനുള്ള സാധനം കോപ്പർ പാത്രങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് കോപ്പർ എന്നുള്ളത് പേര് സെലക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ പാത്രങ്ങളൊക്കെ സെലക്ട് ചെയ്തത്. ഞങ്ങൾ കിച്ചണിലൊക്കെ കിച്ചൺ ഓഡിറ്റിംഗ് ചെയ്യാൻ പ്രത്യേക ടീമുകളുണ്ട്. ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ളതാണല്ലോ റെസ്റ്റോറൻറ്റ് ബിസിനസ് ഏറ്റവും. അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്ന പോലെ തന്നെ കിച്ചൺ ഓഡിറ്റിംഗ് ചെയ്യണം. കിച്ചൺ ഓഡിറ്റിംഗ് എന്തൊക്കെയാണ് അതിൽ നമുക്കൊരു എക്സ്റ്റേണൽ ടീം പോലെ ഒരു ടീം വരും. ഓരോ ബ്രാഞ്ചിലും അപ്രതീക്ഷിതമായി മന്ത്ലി ഒരു 4-5 വിസിറ്റ് ഉണ്ടാവും. അവർ കറക്റ്റായിട്ട് ഓരോരോ ചെറിയ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്തിട്ട് നമുക്ക് റിപ്പോർട്ട് തരും. അതിൻ്റെ ഹെഡ് ചെയ്യുന്ന ആൾ മുമ്പ് സൗദിയിൽ ഫ്ലൈറ്റ് കിച്ചണിൽ വർക്ക് ചെയ്ത ആളാണ്. മൂപ്പര് ഫുഡ് ആൻഡ് സേഫ്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ ഈവൻ വെജിറ്റബിളിൻ്റെ ഒരു ലീഫ് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടല്ലോ, ഈ മല്ലി പുതിന, അതൊക്കെ വാഷ് ചെയ്തിട്ട് 3 പ്രാവശ്യം വാഷ് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് പോവുക. എഗ്ഗൊക്കെ ട്രേയോടെ കംപ്ലീറ്റ് വാഷ് ചെയ്യാതെ കിച്ചണിലേക്ക് പോവില്ല. അത്രയും ഈ ക്വാളിറ്റി നമ്മൾ ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്രയും കാലം വളരാൻ പറ്റും. ഷോർട്ട് ടൈം ആണെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല. ലോങ് ടൈം പോകണമെങ്കിൽ നമ്മൾ അത്രയും സൂക്ഷ്മതയോടെ കാര്യങ്ങൾ ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ഫുഡ് ആയതുകൊണ്ട്. തീർച്ചയായിട്ടും. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ പോലെ ഈച്ച് ആൻഡ് എവറിത്തിങ്. അതുകൊണ്ട് ഒരാൾക്ക് ഒരു തരികിട പരിപാടി ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ സ്കെയിൽ വളർന്ന് പോകുമ്പോൾ നമ്മുടെ കണ്ണെല്ലാ സ്ഥലത്തും എത്തില്ല. അപ്പോൾ അതിന് കറക്റ്റായ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ അത് ആര് വന്നാലും ആ സിസ്റ്റത്തിലേക്ക് പോകാൻ പറ്റും. പുതിയൊരു എംപ്ലോയി വന്നു കഴിഞ്ഞാലും ഒരു SOP ഉണ്ടാവും. SOP അനുസരിച്ച് മാത്രമേ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ തന്നെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. ക്വാളിറ്റി ഇൻസ്പെക്ഷൻ സ്റ്റാർട്ടിങ് ഫ്രം അവിടുന്ന് തുടങ്ങണം. അതാണ് തീർച്ചയായിട്ടും. അതെ, ഹോട്ടൽ ബിസിനസ്സിലെ നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ എപ്പോഴും ഒരാൾ ഒരു ബിസിനസ് തുടങ്ങാമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ ബിസിനസ് ഉള്ളവർക്ക് എല്ലാവരുടെയും മനസ്സിൽ ഒരിക്കലെങ്കിലും വന്നിട്ടുള്ള ഒരു ആഗ്രഹമാണ്, എപ്പോഴെങ്കിലും ലൈഫിലൊന്ന് സെറ്റിൽ ആകുമ്പോൾ അല്ലെങ്കിൽ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടൽ തുടങ്ങണം.
എല്ലാവരുടെയും മനസ്സിലാകുന്നുണ്ടാവും. ഒരു ചെറിയൊരു ഷോപ്പ് ആയിക്കോട്ടെ, ചെറിയൊരു ഔട്ട്ലെറ്റ് മതി, ഒരു കട്ട്ലേറ്റ് മാത്രം കൊടുക്കുന്നതാണെങ്കിലും മതി. സോ എല്ലാവരുടെയും മനസ്സിൽ അത് പൊതുവായി സെലിബ്രിറ്റീസ് ആണെങ്കിലും എല്ലാവർക്കും റെസ്റ്റോറൻറ്റ് എന്നുള്ളതൊരു മനസ്സിലുള്ളൊരു ആഗ്രഹമുള്ള കോമൺ business. ബിസിനസ് ആ, ഐഡിയ. അതെ, അതെ. അത് എല്ലാവരുടെയും മനസ്സിൽ കോമൺ ബിസിനസ് ഐഡിയ ആണെങ്കിൽ പോലും പറയും അതൊരു ഫ്രഷ് സാധനമായിരിക്കും. കാരണം ചില ആൾക്കാർ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ചില റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ അവർ തൃപ്തിയുള്ള രീതിയിൽ കിട്ടാതാകുമ്പോൾ ഇതിനടുത്ത ലെവലിൽ എനിക്ക് തൃപ്തിയുള്ള രീതിയിൽ കൊടുക്കണം എന്ന് ചെയ്ത് തുടങ്ങുന്ന ആളുകളുണ്ടാവും. വേറെ ആളുകൾ ഇതിൻ്റെ തിരക്കൊക്കെ കണ്ടിട്ട് ഭയങ്കര ലാഭമാണെന്ന് വെച്ചിട്ട് ചെയ്യുന്ന അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. ശരിക്കും എങ്ങനെയാ റെസ്റ്റോറൻറ്റ് ബിസിനസ്? റെസ്റ്റോറൻറ്റ് ബിസിനസ് ലാഭം എന്ന് പറയുന്നത് നമ്മുടെ ക്വാളിറ്റി എത്ര ഇമ്പ്രൂവ് ചെയ്യുന്ന അത്ര ചിലവ് കൂടിക്കൊണ്ടിരിക്കും. അപ്പം ലാഭത്തിൻ്റെ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ മറ്റുള്ള ബിസിനസ്സിൻ്റെ പോലെ തന്നെയോ അല്ലെങ്കിൽ കുറവായിരിക്കും. നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. തീർച്ചയായിട്ടും. കാരണം സർവീസിനാണെങ്കിൽ പോലും എടുക്കുന്ന ആളുകളിൽ വരെ നമ്മളെ ഒരു ക്വാളിറ്റി. കാരണം ആൾക്കാർ നോക്കുക ഫുഡ് കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ 50-50 പ്രോഫിറ്റ് ആണെന്നൊക്കെ പറയും. ഫുഡ് കോസ്റ്റ് മാത്രമല്ല, അതിൻ്റെ കൂടെ പല ഓപ്പറേഷൻ കോസ്റ്റൊക്കെ വരുന്നുണ്ട്. സാധാരണ ബിസിനസ്സിനെക്കാളും ചിലപ്പോൾ മാർജിൻ കുറവായിരിക്കും. പക്ഷെ നമുക്കൊരു മനസ്സിലൊരു സംതൃപ്തിയോടെ ബിസിനസ് ചെയ്യാൻ പറ്റും, ഒരു പാഷനോടെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇന്നോവേറ്റ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ നമ്മൾ എന്താ പറയാ ഫ്യൂഷൻ കൊണ്ടുവരാൻ പറ്റും. എവിടെ പോയാലും എന്തെങ്കിലും സാധനം കിട്ടും. നമ്മൾ എവിടെ യാത്ര ചെയ്താലും ആ യാത്രയിൽ ഏതെങ്കിലും ഒരു പുതിയ സാധനം നമുക്ക് കണ്ടുപിടിക്കാനുണ്ടാവും. പിന്നെ നമ്മുടെ ടീമൊക്കെ ഷെഫൊക്കെ വളരെ ഏത് സാധനം കൊടുത്തു കഴിഞ്ഞാലും അത് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. ഒരു R&D പോലത്തെ ടീമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുതിയ പുതിയ ഡിഷസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യമാണ്. എപ്പോഴും നമ്മുടെ ഡ്രസ്സുകളൊക്കെ പറയും ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാലൊക്കെ ഭയങ്കര ട്രെൻഡ് സെറ്റർ ആയിട്ട് വെക്കും. അതുപോലെ ഭക്ഷണം എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ വന്നേ പിന്നെ ഭയങ്കര ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യുന്ന ഒരു മേഖല ഏതാന്ന് വെച്ചത് ഈ പറഞ്ഞ പോലെ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി ആയിരിക്കും. ചിലത് ചായ വെച്ചിട്ട് പറയും, ചിലത് ബിരിയാണി ആയിരിക്കും അല്ലെ, പഴംപൊരിയും അതുപോലെ ചെറിയൊരു പ്രോഡക്റ്റ് വെച്ചിട്ട് തന്നെ ഒരുപാട് ബിസിനസ് ഒരുപാട് ട്രെൻഡ് സെറ്റർ ആവുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ്. എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് റെസ്റ്റോറൻറ്റ്? ഞങ്ങൾ തന്നെ ഇപ്പോൾ താമരശ്ശേരിയിലാണ് ആദ്യമായിട്ട് കേരളത്തിലെ ബ്രാഞ്ച് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ അവിടെ തുടങ്ങിയത് ലോങ്ങസ്റ്റ് പ്ലാറ്റർ ഒരു വലിയൊരു പ്ലാറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ പ്ലാറ്ററിൻ്റെ ഈ സോഷ്യൽ മീഡിയ ആഡ് കണ്ടിട്ട് കാസർഗോഡ് വന്നിട്ട് 10-15 സ്റ്റുഡൻസ് ട്രെയിനിൽ കയറി കോഴിക്കോട് വന്നു. കോഴിക്കോട് നിന്ന് ബസ് പിടിച്ച് താമരശ്ശേരി വന്നിട്ട് ഫുഡ് കഴിച്ചു പോയി. അപ്പോൾ അത്രയൊരു ഇൻഫ്ലുവൻസ് ആണല്ലോ ആ ഒരു ഭക്ഷണത്തിന് വേണ്ടി യാത്ര ചെയ്യാൻ തയ്യാറാണ്. അതെ അതെ. അത്തരത്തിലുള്ള വേറെ ഏതെങ്കിലും നല്ല നല്ല മൊമെന്റ്സ് ഉണ്ടോ? കാരണം ഫുഡ് പറഞ്ഞിട്ട് അല്ല, ഒരുപാട് ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഇവിടുന്ന് ഫുഡ് എടുത്തിട്ട് പാഴ്സലായിട്ട് ഗൾഫിലൊക്കെ കൊണ്ടുപോകും. നമ്മുടെ അടുത്ത് ചെന്നൈ ബിരിയാണി ഫേമസ് ആണ് നമ്മുടെ ചെന്നൈയിൽ. അപ്പോൾ ഗൾഫിലേക്ക് പോകുമ്പോൾ അവർ എയർപോർട്ടിലേക്ക് പോകുന്ന സമയത്ത് ബിരിയാണി ബക്കറ്റ് ബിരിയാണിയൊക്കെ പാഴ്സൽ വെച്ചിട്ട് അവിടെ കൊണ്ടുപോയി കഴിക്കുന്ന സിസ്റ്റം ഉണ്ട്. തീർച്ചയായിട്ടും. കാരണം ഓരോ സന്തോഷങ്ങളാണ്. ദുബൈയിലൊക്കെ എല്ലാ ഫുഡും കിട്ടുന്ന സ്ഥലമാണ്. എന്നാലും ചില ആൾക്കാർക്ക് നമ്മുടെ ബിരിയാണി വേണമെന്ന് പറയുമ്പോൾ ഒരു പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഏറ്റവും കാരണം 23 ബ്രാഞ്ചുകളുണ്ട്. നമുക്കിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഏറ്റവും മൂവിങ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മൂവിങ് ഫുഡ്. അതെ, എപ്പോഴും നോൺ വെജ് റെസ്റ്റോറൻറ്റിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സാധനം ബിരിയാണി തന്നെയായിരിക്കും. ബിരിയാണി കഴിഞ്ഞാൽ പിന്നെ ബാർബിക്യൂ ചിക്കനാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സെല് ചെയ്യുന്നത്. അല്ല, ഇപ്പം ഈ മന്തിയൊക്കെ വരുമ്പോഴേ, കാരണം മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി കൂടെ ഈ പറഞ്ഞ പോലെ കുറേ അധികം ക്വാണ്ടിറ്റി കിട്ടുന്നു, അഫോർഡബിൾ പ്രൈസ്, അങ്ങനെയൊക്കെ ഒരുപാട് ക്രൈറ്റീരിയസ്. പക്ഷെ എന്നാലും ബിരിയാണി ഞങ്ങളത് ചെന്നൈ ബിരിയാണിയാണ്. അപ്പോൾ ചെന്നൈ കല്യാണ ബിരിയാണി എന്ന് പറയും. അപ്പോൾ ചെന്നൈയിൽ നിങ്ങൾ ഈ മുസ്ലിം കല്യാണത്തിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ബിരിയാണിയാണ് ഞങ്ങൾ ചെന്നൈ ബിരിയാണി മുന്നിൽ കൊടുക്കുന്നത്. ദമ്മാണ്, ബസ്മതി റൈസാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഈ മലബാർ ബിരിയാണി ടേസ്റ്റ് വേറെ, ഇത് വേറെ ടേസ്റ്റാണ്. മസാലയ്ക്കായിട്ട് നന്നായി കുറച്ചുകൂടി മീറ്റ് കൂടുതലുണ്ടാവും. ഞാനൊരു ബിരിയാണി ലവറാണ്. ചെന്നൈ ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? ചെന്നൈ ബിരിയാണി ഒരു തവണ കഴിച്ചിട്ടുണ്ട്. ചെന്നൈ. അപ്പൊ അതൊരു ഓർമ്മയിലാണ് അത്. ബിരിയാണിക്ക് മാത്രമേ നമ്മൾ ബ്രാൻഡ് ഉണ്ട്, ബിരിയാണി മുബാറക് എന്നുണ്ട്. അത് ശരി. അതെവിടെയാ? അത് ചെന്നൈയിലാണ്. ചെന്നൈയിൽ തന്നെയാണ്. ഇവിടെ ഇല്ല. ഇല്ല, തുടങ്ങാൻ പോകാൻ ഇപ്പോൾ സൗത്ത് ഇന്ത്യ ചെയ്യാൻ പോവുകയാണ്. കേരളത്തിൽ ഇപ്പൊ നമുക്ക് ഈ കോപ്പർ കിച്ചൺ ആണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അത് കാലിക്കറ്റും താമരശ്ശേരിയും പിന്നെ വയനാട് മുട്ടിലുണ്ട്. 3 ബ്രാഞ്ച്. എറണാകുളം ഭാഗത്തേക്കൊക്കെ എറണാകുളത്ത് പോകണം. കാരണം അവിടെ ഒരുപാട് ഫുഡീസ് ഉണ്ട്. എസ്പെഷ്യലി നോക്കുകയാണെങ്കിൽ എറണാകുളം എന്ന് പറഞ്ഞാൽ എല്ലാ മലബാറുകാരൊക്കെ കൂടുതൽ എനിക്ക് തോന്നുന്നു എറണാകുളത്തുണ്ടാവും. അപ്പൊ അവരൊക്കെ ഓൾറെഡി വെയിറ്റ് ചെയ്യും. എറണാകുളത്ത് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റെസ്റ്റോറൻറ്റ് ഓണേഴ്സ് നോക്കി കഴിഞ്ഞാൽ അതിന്റെ ബേസ് നോക്കിയാൽ മലബാറായിരിക്കും. ഒന്നുകിൽ കാലിക്കറ്റ് അല്ലെങ്കിൽ തലശ്ശേരിയുടെ ആൾക്കാരാണ്. അതെ, ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. കാരണം ഈ മലബാർ ഏരിയയിൽ നിന്ന് ഒരുപാട് നല്ല നല്ല ബ്രാൻഡുകൾ വന്നിട്ടുണ്ട് ഫുഡിന്റെ കാര്യത്തിൽ തന്നെ. അതെങ്ങനെയാ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു പാഷൻ? നമുക്ക് അതൊരു മണ്ണിന്റെ പ്രത്യേകത എന്ന് തോന്നുന്നു. കാരണം എല്ലാവരും ഫുഡിന്റെ കാര്യത്തിൽ മലബാറിൽ പ്രത്യേകിച്ചുണ്ടല്ലോ. ഞങ്ങൾ നാദാപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്ഥലം സ്വദേശം നാദാപുരമാണ്. കോഴിക്കോട് നിന്ന് 60 കിലോമീറ്റർ ഉണ്ട്. നിങ്ങൾ ദുബൈയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കഫ്റ്റേരിയ ഉള്ളത് നാദാപുരക്കാരായിരിക്കും. ഇപ്പോൾ ചെന്നൈ തന്നെ ഈ നോൺ വെജ് റെസ്റ്റോറൻറ്റ് ഏറ്റവും ടോപ്പ് 4-5 ബ്രാൻഡുകളുടെ ഓൺ ചെയ്യുന്നത്
ഞങ്ങളുടെ നാദാപുരത്തുള്ളൊരു 3 കിലോമീറ്റർ സറൗണ്ടിങ്ങുള്ള ആളുകളാണ്. അതാണ് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു കാറ്റടിക്കുമ്പോൾ ഒരു പ്രത്യേകതയാണ് അല്ലേ, നമുക്ക് ആ ഒരു കൾച്ചർ വരും തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴേ നമ്മളിപ്പോൾ ഇത്രയൊക്കെ ഇതിന് രസകരമായിട്ടുള്ള ഒരു മുഖം ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ബിഹൈൻഡ് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. എസ്പെഷ്യലി നമ്മൾ ഫുഡാണ്, ഇതിൻ്റെ സ്റ്റോറേജിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്നത് ഇപ്പം ചില മയോണൈസിൽ നിന്ന് പോലും പല ആളുകളും മരണപ്പെടുന്നു. അങ്ങനെയുള്ള ന്യൂസസ് ഒക്കെ കേൾക്കുമ്പോൾ അതൊക്കെ ശരിക്കും ഫുഡ് ഇൻഡസ്ട്രിയെ ബാധിക്കും. നന്നായിട്ട് നമ്മൾ എപ്പോഴും അലർട്ടായി നിൽക്കേണ്ട ഒരു ഫീൽഡാണ് ഫുഡ്. കാരണം ഈ സെൻസിറ്റീവായ സംഭവമാണല്ലോ ഫുഡിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യലും അതിൻ്റെ ഒരു സ്റ്റോറേജ് കാര്യങ്ങൾ, അതൊക്കെ ഇൻവെൻറ്ററിയൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ശരിയായ രീതിയിൽ പ്രശ്നം ഉണ്ടാകുന്ന സംഭവമാണ്. നമ്മളെപ്പോഴും പറയാം, നമ്മുടെ റെസ്റ്റോറൻറ്റ് നമ്മൾ കഴിക്കുന്ന ഫുഡാണ് നമുക്ക് സെർവ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മുടെ ഫാമിലിയും അവിടെ നിന്ന് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസം കസ്റ്റമേഴ്സിന് ഉണ്ടാണല്ലോ. ഈ സർവീസ് ചെയ്യുന്ന സമയത്ത് സർവീസ് കൊടുക്കുന്ന നമ്മുടെ പിള്ളേരുടെ അടുത്ത് എന്താണ് പറയാറ്? കാരണം ഒരു ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ശ്രദ്ധിക്കുന്നത് അവിടുത്തെ സെക്യൂരിറ്റിനെ ആയിരിക്കും. നല്ല ചിരിച്ച് നിൽക്കുന്ന സെക്യൂരിറ്റീസ് ആണെങ്കിൽ നമുക്ക് തന്നെ അവിടെ കയറാനായിട്ടൊരു കൊതി വരും. അതുപോലെ തന്നെ അവിടുത്തെ സർവീസ് ചെയ്യുന്ന പിള്ളേർ എങ്ങനെയാണ്? അത് കുറേ ടച്ച് പോയിന്റ് ഉണ്ട്. ഈ കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർ ടച്ച് ചെയ്യുന്ന കുറേ പോയിന്റ്. ഫസ്റ്റ് ഈ സെക്യൂരിറ്റി, പിന്നെ ഡോർമാൻ, പിന്നെ നമ്മുടെ ഈ വാഷ് ഏരിയ, പിന്നെ നമ്മുടെ ഈ മെനു കാർഡ്, നമ്മുടെ ടേബിൾ, എല്ലാ സാധനങ്ങളും കസ്റ്റമേഴ്സിൻ്റെ ടച്ച് പോയിന്റുകളാണ്. ആ ടച്ച് പോയിന്റുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി കസ്റ്റമേഴ്സ് വിശ്വാസം ഉണ്ടാവും. അതാണ് കാരണം ഏതൊരു വ്യക്തി ഏതൊക്കെ കടയിൽ പോയാലും അവൻ ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ആവുന്നത് ഒരു ഹോട്ടലിൽ ചെല്ലുമ്പോൾ, ഒരു റെസ്റ്റോറൻറ്റിൽ ചെല്ലുമ്പോഴാണ്. ബാക്കി എല്ലായിടത്തും ക്ഷമിക്കും. അതെ, കാരണം അവർ പേ ചെയ്യുന്നത് ഫുഡിന് മാത്രമല്ലല്ലോ. ഒരു ചിക്കൻ ബിരിയാണി 250 റുപ്പീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഞാൻ പറഞ്ഞില്ല, ഫുഡ് കോസ്റ്റിനേക്കാളും കൂടുതൽ ഓപ്പറേഷൻ കോസ്റ്റാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിന് റേറ്റാണ് എന്തത്, അവരുടെ ഒരു അവകാശമാണ് ആ ഒരു ഹൈജീനിറ്റി കൊടുക്കുക എന്നുള്ളത്. അതെ, ഹൈജീനിക്കായിട്ട് കൊടുക്കുക, നല്ല സർവീസ് ചെയ്യുക എന്നുള്ളത് അവകാശമാണല്ലോ കസ്റ്റമർ. കാരണം അത്രയും പേ ചെയ്യുന്നതിനാണല്ലോ. റോഡ് സൈഡിലെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടും കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത് ഒരു വിശ്വാസത്തിനല്ലേ. ചിലപ്പോൾ ടേസ്റ്റുള്ള ഭക്ഷണം പുറത്ത് കിട്ടുന്നുണ്ടാവും, എന്നാലും പോകുന്നില്ല. അതെ, അത് സ്വാഭാവികമായിട്ടും സർവീസ് അതുപോലെ ഹൈജീൻ, ഈ രണ്ട് ഒരു വിശ്വാസമാണ്. നമ്മളിപ്പോൾ ഹൈവേലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അറിയുന്ന ബ്രാൻഡാണെങ്കിലല്ലേ കാറ് നിർത്തുക. ഫാമിലിയോടൊക്കെ പോകുമ്പോൾ അറിയാത്ത റെസ്റ്റോറൻറ്റ് കാണുമ്പോൾ നിർത്താൻ മടിയായിരിക്കുമല്ലോ, ഒരു ഭയം. അതെ, അപ്പോൾ ആ ബ്രാൻഡ് റെസ്റ്റോറൻറ്റ് ഫുഡ് ബിസിനസ്സിൻ്റെ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരു വിശ്വാസമാണ് കസ്റ്റമർക്ക്. ഈ ബ്രാൻഡിങ് ആക്ടിവിറ്റിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്? ബ്രാൻഡിങ് ആക്ടിവിറ്റിയേക്കാൾ കൂടുതൽ നമ്മൾ നല്ലൊരു ക്വാളിറ്റി സർവീസും കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രാൻഡ് ആവും എന്നുള്ളതാണ് നമ്മുടെ അനുഭവത്തിൽ നിന്ന് പഠിച്ചത്. കാരണം ഇത്രയും കാലം നമ്മൾ കൊണ്ടുവന്ന് ബ്രാൻഡിങ് മറ്റ് പ്രത്യേകമായിട്ട് ചെയ്തിട്ടില്ലെങ്കിലും ചെന്നൈയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഏകദേശം ആൾക്കാർക്ക് അറിയായിരിക്കും. അപ്പോൾ ഒരു വിശ്വാസം നമ്മുടെ ഇത്രയും കാലം കൊണ്ടുവന്ന ഒരു സ്വത്ത് എന്ന് പറയാം. ഇപ്പൊ മൊത്തം എത്ര വർഷം? നമ്മൾ 18 വർഷമായി അഹലൻ തുടങ്ങിയിട്ട് റെസ്റ്റോറൻറ്റ്. അഹലൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായി? നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് സൗത്ത് ഇന്ത്യയിലെ ഒരു നമ്പർ 1 റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പ് ആവണമെന്നാണ്. അത് കഴിഞ്ഞിട്ട് പാൻ ഇന്ത്യ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ GCC ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെ, ഭക്ഷണം കഴിക്കുന്ന ആളുകളെ എവിടെ പോയി കഴിഞ്ഞാലും നല്ല ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ വിജയിക്കും. അല്ല, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അവർ ഈ പറയുന്ന പോലെ പ്രിവെൻഷൻ കൂടുതൽ നോക്കുന്ന ആളുകളാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പം അതിന് ഈ പറയുന്നത് പോലെ ഹെൽത്തി ഫുഡ് കഴിക്കുക. ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ പുട്ട് കഴിക്കുക എന്ന് പറയും, ഇപ്പൊ അങ്ങനെയല്ല, മില്ലറ്റ് പുട്ടുണ്ട്. അത് കുറച്ച് ആളുകൾ പറയും, പക്ഷേ കഴിക്കുന്ന ആൾക്കാരൊക്കെ നന്നായിട്ട് ഫുഡ് ടേസ്റ്റ് തന്നെയാണ്. ഈ ഫുഡ് ബ്ലോഗേഴ്സൊക്കെ മാക്സിമം ഫുഡ് കഴിച്ചിട്ടുള്ള ആൾക്കാരെ പരിശീലിപ്പിക്കുന്നത്. കാരണം എത്ര ജിമ്മിൽ പോയാലും ഒരു ബിരിയാണി കണ്ട കഴിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ ഹൈപ്പ് ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണ് ഫുഡ്. വെറുതെ ഒരു സാധനം ഹൈപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാർ വന്നോളും. പക്ഷെ അത് ഒരുപാട് കാലം നീണ്ടു നിൽക്കില്ല. കുറച്ച് സമയത്തേക്ക് ഹൈപ്പ് ഉണ്ടായ ആൾക്കാരെ കൊണ്ടുവരാൻ അങ്ങനത്തെ ആൾക്കാർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. ചില ആളുകൾ തന്നെ പറയും ആ ഹൈപ്പ് കണ്ടപ്പോൾ നല്ലതാന്ന് ടേസ്റ്റ് തോന്നും. അതൊരു സൈക്കോളജിയാണ്. നമ്മൾ 18 വർഷം മുമ്പ് തുടങ്ങുന്ന സമയത്തുള്ള ബിസിനസ്സിൽ നമുക്കൊരു മെനു കാർഡ് ഉണ്ടാവുമല്ലോ. ഇപ്പം ഈ 2025 നിൽക്കുന്ന സമയത്ത് ഒരു മെനു കാർഡ് ഉണ്ട്. ഏറ്റവും കൂടുതൽ മാറ്റം വന്നിട്ടുള്ള പ്രോഡക്റ്റ് ഇതിൽ ഏതായിരിക്കും, അല്ലെങ്കിൽ വെറൈറ്റീസ് വന്നിട്ടുള്ളത്? കൂടുതലും ഈ സ്റ്റാർട്ടേഴ്സിലാണ്. അതായത് ഡ്രൈ ആയിട്ടുള്ള സാധനം, ഈ ബിരിയാണി ഗ്രേവി ഒക്കെ ഏകദേശം അതേ പാറ്റേണിൽ പോകണമെങ്കിലും സ്റ്റാർട്ടേഴ്സിലാണ് കൂടുതൽ. പിന്നെ അതേപോലെ ഡെസേർട്ട്. ഈ കൊറോണയ്ക്ക് ശേഷം ഈ സോഷ്യൽ മീഡിയ നന്നായി വന്നപ്പോൾ ഡെസേർട്ടിൽ ഒരുപാട് പരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. ശരിക്കും ഡെസേർട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കൊതിയ വരുന്നുണ്ട്. പിന്നെ ഈ ചായകളിലൊക്കെ ഭയങ്കരമായിട്ട് അഡിക്ഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട് ചായ.
ചായ എന്നുള്ളത് ഒരു ഇതായി മാറിയിട്ടുണ്ട്, ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ഒരു ചായ കുടിക്കുക എന്നുള്ളത് മുമ്പേ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ചായയാണ്. അതെ, പക്ഷേ യങ്സ്റ്റേഴ്സ് കൂടുതലായിട്ട് വൈകുന്നേരം രാത്രി ചായ കുടിക്കാൻ വേണ്ടി ഡ്രൈവ് ചെയ്തിട്ട് 15 കിലോമീറ്റർ ഒക്കെ പോകുന്ന ടീംസ് ഒക്കെ ഉണ്ട്. അതെ, ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മൂന്നാർ വരെ പോവാം. അത് വല്ലാത്ത സന്തോഷമാണ്, ഒരു ഗ്ലാസ് എന്നതിലുപരിയായിട്ട്. ഈ ബിസിനസ് എത്രത്തോളം സക്സസ് ആണ് എങ്കിൽ പോലും കൊറോണ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം അങ്ങനത്തെ കലാമിറ്റീസ് ഒക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ്? കാരണം ഒരു റെസ്റ്റോറൻറ്റ് ഇത് തീർച്ചയായിട്ടും പുതിയത് തുടങ്ങുന്നവർക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഇത്രയും വലിയൊരു ഗ്രൂപ്പാണല്ലോ, 23 ഔട്ട്ലെറ്റ്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ അത്രയും ഔട്ട്ലെറ്റ്സിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ചില ചാലഞ്ചുകളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ എന്ത് വന്നു കഴിഞ്ഞാൽ ഫുഡ് ബിസിനസ്സാണ്, നാളെ അത് തിരിച്ചു വരുന്നുള്ളൊരു ഉറപ്പുണ്ടല്ലോ. ആ സമയത്തുള്ളൊരു താൽക്കാലികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണം. അത് ആ സമയത്ത് ഫേസ് ചെയ്യാൻ ഏറ്റവും വലിയ എന്താ പറയുക, ഞങ്ങൾ ആ സമയത്തൊക്കെ മാക്സിമം സോഷ്യൽ വർക്ക് ചെയ്യാനാണ് ശ്രമിച്ചത്. ഈ ഫ്ലഡിൻ്റെ സമയത്തൊക്കെ എങ്ങനെയെങ്കിലും കൂടുതൽ ആളുകളിലേക്ക് ഫുഡ് എത്തിക്കാൻ ശ്രമിച്ചു. അപ്പോൾ കൂടുതൽ ബോണ്ടിങ് വന്നു കസ്റ്റമർക്ക് നമ്മളായിട്ട്. അതെ, നമുക്ക് അവർക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളത്. കാരണം നമുക്കാണ് ഏറ്റവും കൂടുതൽ ഫുഡ് കൊടുക്കാൻ പറ്റുക. ചെറിയ കോസ്റ്റിന് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറും എംപ്ലോയീസൊക്കെ ഉള്ളത് കൊണ്ട് ഒരു ഫുഡ് സെർവ് ചെയ്യുക എന്നുള്ളത് ചെറിയൊരു വിഷയമാണ്. നമുക്ക് ഒരു 1000 പേർക്കുള്ള ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അത്ര വലിയ വിഷയമായിട്ട് തോന്നില്ല ആ സമയം. അപ്പോൾ അതുകൊണ്ട് നമുക്കത് നന്നായി ചെയ്യാൻ പറ്റും. ആ സമയം ആ രീതിയിൽ യൂസ് ചെയ്തു. ഏറ്റവും സന്തോഷം നൽകിയിട്ടുള്ള ഈ ഹോട്ടൽ ബിസിനസ്സിൽ ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ? നമ്മൾ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നതാണ്. പുറത്തൊക്കെ പോകുമ്പോൾ ഫാം ഷോറിൻ്റെ ഓണറല്ലേ അല്ലെങ്കിൽ കോപ്പർ കിച്ചൻ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. കാരണം അവരൊക്കെ നമ്മുടെ ബ്രാൻഡ്, നമ്മുടെ ഫുഡ് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫുഡ് കഴിച്ചിട്ട് ഒരുപാട് ആൾക്കാർ നമുക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കും, നന്നായിട്ടുണ്ടായിരുന്നു ഫുഡ്, നല്ല സർവീസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മോട്ടീവ്. ഈ ഒരു ഇത്രയും റിസ്ക്കിയായ ബിസിനസ് ആണെങ്കിലും ഇത് കൂടുതൽ ചെയ്യാനുള്ള ഏറ്റവും വലിയ മോട്ടീവ് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഒറ്റ ആഗ്രഹത്തിൻ്റെ പുറത്തായിരിക്കും പല ആളുകളും ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണം എന്നാണ്. കാരണം അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് ചായ അല്ലെങ്കിൽ ഒരു പായസം, ഒരു ബിരിയാണി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഉള്ള ഒരു സന്തോഷം ശരിക്കും ഈ ഒരൊറ്റ പോയിന്റിലുണ്ടാവും ഒരു സക്സസ് എലമെന്റ് എന്ന് പറയുന്നത്. ഫാമിലി ഫുഡ് എന്നുള്ളത് ഹാപ്പി പോയിന്റ് ആണല്ലോ, തീർച്ചയായിട്ടും ഹാപ്പിനെസ് ആണ്. ഫാമിലി 4 മക്കളാണ്, വൈഫ് ഹൗസ് വൈഫാണ്, എല്ലാ കാര്യത്തിലും സപ്പോർട്ടീവ് ആയിട്ടുള്ള വൈഫ്. മക്കള് മൂത്ത മകള് BRK പഠിക്കുകയാണ്, മകൻ ഇപ്പോൾ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പോകാൻ നിൽക്കുകയാണ്. അടിയിൽ ഒരു 10th മോനുണ്ട്, ചെറിയ മോള് 4th സ്റ്റാൻഡേർഡിലെത്തി. 4th സ്റ്റാൻഡേർഡിൽ ഇവർക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടതായിരിക്കും. സാധാരണ നമ്മൾ പറയും ഫാദറിന്റെ ബിസിനസ് ഏറ്റെടുക്കാനായിട്ട് മക്കള് ബുദ്ധിമുട്ട് കാണിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഫുഡ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് അതിന്റെ ഫുഡ് താല്പര്യമുണ്ട്. പക്ഷെ അവർക്കൊക്കെ വേറെ ആഗ്രഹങ്ങളാണ്, അതിന്റെ അടുത്ത ലെവലിലുള്ള ചിന്തകളാണ് ജനറേഷനല്ല. ഇപ്പൊ നമുക്ക് അഹ്ലൻ ഗ്രൂപ്പിന്റെ കീഴിൽ എത്ര എംപ്ലോയീസ് ഉണ്ടാവും? നമുക്ക് 1500 മേലെ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അഹ്ലനിൽ. അതെ, ഈ ചോദ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. 23 ഔട്ട്ലെറ്റ്സ്, 1500ഓളം സ്റ്റാഫുകൾ. അതെങ്ങനെയാണ് ആ ഒരു റേഷ്യോ? അതെ, ഒരു ബ്രാഞ്ചിൽ സാധാരണ ഒരു ബ്രാഞ്ചിൽ മിനിമം 80 പീപ്പിളെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടാവും. വലിയ ബ്രാഞ്ചാണെങ്കിൽ 100 പേരുണ്ടാവും, ചെറിയ ബ്രാഞ്ചാണെങ്കിൽ 60 പേര്, മിനിമം 60എങ്കിലും ഉണ്ടാവും. കാരണം ഒരു ഹോട്ടലിൽ നമ്മൾ പുറമേ കാണുന്ന ഒരു ക്വാണ്ടിറ്റി ആളുകളല്ല അവിടെ വർക്ക് ചെയ്യുന്നത്. ശരിക്കും എനിക്ക് കിച്ചണിലായിരിക്കും കൂടുതൽ അതെ, സർവീസ് ആൾക്കാരെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. കിച്ചൺ ഉണ്ടാവും, പിന്നെ ബാക്ക് ഏരിയ ഉണ്ടാവും, വാഷിംഗ് ഏരിയ ഉണ്ടാവും, പിന്നെ ഹൗസ് കീപ്പിംഗ് ഉണ്ടാവും, സ്റ്റോറ്, കാര്യങ്ങൾ ശ്രദ്ധിക്കണല്ലേ. ശരിക്കും അത് നമ്മൾ ഐസ്ബർഗ് പോലെ ഫ്രണ്ടിൽ കാണുന്ന റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഫാക്ടറി പോലെ. അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, സെയിൽസ് നടക്കുന്നുണ്ട്, സർവീസ് നടക്കുന്നുണ്ട്, ആഫ്റ്റർ സെയിൽസ് സർവീസ് നടക്കുന്നുണ്ട്, ഡെലിവറി നടക്കുക, ഒരുപാട് കാര്യങ്ങൾ ഒരേ സ്ഥലത്ത് നടക്കുകയാണല്ലോ. അതെ, ഇതിൻ്റെ എല്ലാം കൂടിയിട്ടുള്ള ആകെ മൊത്തം തുകയാണ് ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. അത് പ്രത്യേക ടൈമിങ്ങിലാണല്ലോ. അത് രാവിലെ 11 to 11 എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് ഇതെല്ലാം ചെയ്യേണ്ടത്. ബാക്കി ഇൻഡസ്ട്രിയിലൊക്കെ പ്രൊഡക്ഷൻ ഒരു സമയത്ത്, സർവീസ് വേറെ സമയത്തൊക്കെ ചെയ്യാം. ഇതെല്ലാം അറ്റ് എ ടൈം ചെയ്യേണ്ട സംഭവമാണ്. ഇപ്പോൾ കുറേ ഷോപ്പുകൾ കാണുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെസ്റ്റോറൻറ്റ് തുടങ്ങുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനുള്ള ഒരു ഐഡിയ എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ വണ്ടി പോകുന്നുണ്ട്, നമുക്ക് ഇവിടെ ബിസിനസ് ചെയ്യാം. റെസ്റ്റോറൻറ്റ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമുക്ക് മെയിനായിട്ട് ആ ഒരു പൊട്ടൻഷ്യൽ എന്നുള്ള സംഭവം പഠിക്കാനുണ്ട്. ഏതൊരു ബിസിനസ്സിനും പറയാം, റീറ്റെയിൽ ബിസിനസ്സിന് പറയാം, ഒന്നാമത്തെ കാര്യം ലൊക്കേഷനാണ്, രണ്ടാമത്തെ കാര്യം ലൊക്കേഷനാണ്, മൂന്നാമത്തെ കാര്യം പറഞ്ഞാൽ അതും ലൊക്കേഷനാണ്. അപ്പോൾ ലൊക്കേഷൻ ഒരു മെയിനാണ്. നമ്മൾ ചൂസ് ചെയ്യുന്ന ലൊക്കേഷനിൽ നമ്മുടെ ഫുഡിന് ഡിമാൻഡ് ഉണ്ടോ ആദ്യമായിട്ട് നോക്കേണ്ട കാര്യം. അതെ, കാരണം അതല്ലാന്നുണ്ടെങ്കിൽ കാര്യം ഉണ്ടാവില്ല. പിന്നെ റെസിഡൻസ് ഉണ്ടാവണം, ഈ കോർപ്പറേറ്റുകൾ, ഓഫീസുകൾ, അല്ലെങ്കിൽ വാക്കിംഗ് ഫ്ലോട്ടിംഗ് കസ്റ്റമേഴ്സ് ഉണ്ടാവണം. അതെ, തീർച്ചയായിട്ടും. ഇനി ഇതിൽ കാരണം ഫുഡ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒരാളാണ്, നമുക്ക് ഈ ബിസിനസ് അല്ലാതെ വേറെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ പല ആളുകളും പറയാം ഫുഡ്
എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളതാണ്. അതില്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇക്കയുടെ ഒരു നമ്മുടെ ഒരു ഇഷ്ടം, പാഷൻ എന്നൊക്കെ പറയുന്നത്? ഒന്നാമത്തെ യാത്ര തന്നെയാണ്. അത് ഫ്രണ്ട്സിൻ്റെ കൂടെ യാത്ര ചെയ്യും, ഫാമിലിയുടെ കൂടെ യാത്ര ചെയ്യും, ഒറ്റയ്ക്കും യാത്ര ചെയ്യും. യാത്ര തന്നെയാണ് ഏറ്റവും കൂടുതൽ. ലോകത്തിൽ എത്ര രാജ്യങ്ങൾ പോയിട്ടുണ്ടാവും? കുറച്ചാണ്, 7-8 രാജ്യങ്ങൾ ഉള്ള സ്ഥലത്ത് തന്നെ എക്സ്പ്ലോർ ചെയ്യാനല്ലേ. ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം ഏതാണ് ഫുഡിന്റെ കാര്യത്തിൽ? ഒന്നാമത്തെ തുർക്കി നന്നായിട്ടുണ്ടായിരുന്നു. ദുബായ് നല്ല ഓപ്ഷനാണ്. ദുബായ് ഒരുപാട് ഫുഡ് വെറൈറ്റീസ് ട്രൈ ചെയ്യാൻ. എനിക്ക് തോന്നുന്നു എല്ലാത്തിൻ്റെയും ഒരു ആകമൊത്ത തുകയാണല്ലേ അല്ലേ. റീസെൻ്റായിട്ട് ജപ്പാനിൽ പോയിരുന്നു. പക്ഷേ അവിടെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഫുഡ് വളരെ കുറവാണ്. പച്ചയിറച്ചിയും സൂഷി ടൈപ്പ് ഒക്കെ വരുമ്പോൾ നമുക്കൊരു തുർക്കിയുടെ ഫുഡൊക്കെ നമുക്ക് എപ്പോഴും കഴിക്കാൻ പറ്റും. പക്ഷെ അവരധികം മസാലകളൊന്നും ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളൊരു 10 ദിവസം അവിടെ ഫുഡ് കഴിച്ചാലും വയറിനൊരു ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെ നല്ല വെന്തിട്ടുണ്ടാവും, നല്ല മീറ്റ് ഉണ്ടാവും, ഒരുപാട് മീറ്റ്. നമ്മുടെ ഇവിടേക്ക് അങ്ങനത്തെ കൾച്ചർ കൊണ്ടുവന്ന ആൾക്കാർക്ക് ഈ എരിവ് കുറച്ച് സ്പൈസി കൂട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഓക്കെയാണ്. നമ്മുടെ ഇവിടെ ശരിക്കും എരിവ് വേണം. അന്നേരം ആൾക്കാർക്ക് നോൺ വെജ് ഫുഡ് എന്ന് പറയുമ്പോൾ എരിവില്ലെങ്കിൽ ഒരു പ്രാവശ്യം കഴിക്കും, സ്ഥിരമായിട്ട് കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അത് ശരിയാ. കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഇത്തിരി ചൊടിയും എരിവൊക്കെ ആയി ഒരു പുളിയൊക്കെ വേണം. നമുക്കൊരു കൾച്ചർ ഉണ്ടല്ലോ, മീൻകറി ആണെങ്കിൽ പുളി വേണം, ചിക്കൻ കറി ആണെങ്കിൽ എരിവ് വേണം, ബീഫ് ആണെങ്കിൽ എരിവ് വേണം എന്നൊക്കെ ഉള്ളത്. ആ ഒരു കൾച്ചർ ഡിഫറൻസസ് ഉണ്ടാവും. പക്ഷേ ഈ ആൾക്കാർക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അതിലേക്ക് സ്വിച്ച് ആവും. അതെ, കാരണം പലപ്പോഴും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ കാണുന്ന സമയത്ത് ഇതേ ആളുകൾ അവിടെ ചെന്നിട്ട് ഈ റോ ആയിട്ടുള്ള അല്ലെങ്കിൽ അധികം മസാലകളൊന്നും ഇല്ലാത്തത്, ജസ്റ്റ് ഒരു പെപ്പർ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവും, ഒലിവ് ഓയിൽ ഇട്ടിട്ടുണ്ടാവും. സോഷ്യൽ ആക്ടിവിറ്റി, കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ കൊറോണ വന്നു, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ ഉണ്ടെങ്കിലും സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഓരോ ഓണ്ടർപ്രണേഴ്സിന്റെയും ഒരു ബേസിക് ആയിട്ട് അവർ വെക്കുന്ന അവരുടെ ഒരു എത്തിക്സ് ആണ്. തീർച്ചയായിട്ടും ഇത് ഞാൻ വെറുതെ ഒരു ഓണ്ടർപ്രണർ അടുത്ത് പറയാന്നുള്ളതല്ല. നമ്മൾ കാണുന്ന ഓരോ ഓണ്ടർപ്രണേഴ്സും അവരുടെ വരുമാനം എത്രയൊക്കെ ഉണ്ടെങ്കിലും അവർ മറ്റുള്ളവരറിയാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ സോഷ്യൽ കമ്മിറ്റ്മെന്റിന് എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പറയാ ബിസിനസ് ചെയ്യുന്നത് തന്നെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്നുള്ളതാണ്. ഞങ്ങളുടെ ഇതിൽ പറയുകയാണെങ്കിൽ നിയത്ത് നന്നാവണമെന്ന് പറയും. അതായത് നമ്മുടെ ഉദ്ദേശം നന്നായി കഴിഞ്ഞാൽ ചെയ്യുന്ന ബിസിനസ് തന്നെ ഒരു ആരാധനയായി മാറുന്നതാണ്, നല്ല സൽക്രമമായി മാറുന്നതാണ്. അപ്പോൾ നമ്മുടെ ഓരോ പുതിയ ഔട്ട്ലെറ്റ്, പുതിയ ബ്രാഞ്ച് തുറക്കുമ്പോൾ ആലോചിക്കുക, ഈ ബ്രാഞ്ച് തുറന്നു കഴിഞ്ഞാൽ ഇത്രയും ആളുകൾക്ക് ജോലി കിട്ടുന്നുണ്ട്, ഈ ബിൽഡിങ്ങിൻ്റെ ഓണർക്ക് മാസം വാടക കിട്ടും, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് മാസം പ്രോഫിറ്റ് ഷെയർ പോകുന്നുണ്ട്, പിന്നെ ഇവിടെ സപ്ലൈ ചെയ്യുന്ന ആളുകൾ ചിക്കൻ, മട്ടൻ ഇതൊക്കെ കൊണ്ടുവരുന്ന അവർക്ക് ഒരു വരുമാനം കിട്ടും. അങ്ങനെ മൊത്തത്തിൽ ഒരുപാട് പേർക്ക് ഉപകാരം ചെയ്യുന്നതാണ് ഓരോ ബിസിനസ് സംരംഭവും. അപ്പോൾ അത് തന്നെ ഒരു സോഷ്യൽ വർക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ പേഴ്സണലായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, അതൊക്കെ പിന്നെ എല്ലാ സ്ഥലത്തും. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇത് ഓരോരുത്തർക്കും, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അതൊരു പ്രചോദനമാവണം. ഈ പറയുന്ന പോലെ നമ്മുടെ ബിസിനസ് ചെയ്യാന്നുള്ളത് ശരി, സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അത് ശരിയായ സോഷ്യൽ വർക്കാണ്. കാരണം ഗവൺമെൻറ്റിന് ടാക്സ് കിട്ടുന്നു, എംപ്ലോയീസിന് സാലറി കിട്ടുന്നു, ബിൽഡിംഗ് ഓണർക്ക് വാടക കിട്ടുന്നു, ഇൻവെസ്റ്റേഴ്സിന് പ്രോഫിറ്റ് ലഭിക്കുന്നു, ഒരുപാട് ആൾക്കാർ വെൻഡേഴ്സിന് അവരുടെ ബിസിനസ് ലഭിക്കുന്നു. ഞങ്ങൾക്ക് അഹരലിൽ മാത്രം സപ്ലൈ ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് വെൻഡേഴ്സ് ഉണ്ട്. ഞങ്ങൾക്ക് മാത്രം സപ്ലൈ ചെയ്തുകൊണ്ട് അവരുടെ കുടുംബം കഴിഞ്ഞു പോകുന്ന ആളുകൾക്ക് ഉണ്ട്. അപ്പോൾ അത് നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും ഓരോ ബിസിനസ്സുകാരനും സോഷ്യലി അവർ കമ്മിറ്റഡ് ആണ്. അവരുടെ ഒരു വർക്ക് ഏറ്റവും ബെസ്റ്റ് വർക്ക് തന്നെയാണ്. ചെറുപ്പത്തെ കുറിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക്വേർഡ്സ് പോവുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്കൂൾ ജീവിതം, അതെ, ആ ഒരു സ്കൂളൊക്കെ ശരിക്കും നാട്ടിലൊരു സാധാരണ രീതിയിൽ ജീവിച്ചതാണ്. വളരെ ഇൻട്രോവേർട്ടായിരുന്നു. ഒന്നിലും മുമ്പിൽ വരാൻ വളരെ പേടികളായിരുന്നു. ഒന്നിലും വരില്ല, മുമ്പിലൊന്നും നിൽക്കാൻ പേടിയായിരുന്നു. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് മനസ്സിലുണ്ടായിരുന്നു. എവിടെയും ബിസിനസ് എന്നുള്ള വാക്ക് കാണുമ്പോൾ സ്ട്രൈക്ക് ചെയ്യായിരുന്നു. ഒരു പുസ്തകം വായിക്കുക, അല്ലെങ്കിൽ പേപ്പർ വായനാശീലം അന്നേ ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു ബിസിനസ് മാൻ ആവുന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര ഷൈ എന്ന് പറയാം, ആ രീതിയിലായിരുന്നു വളർന്നത്. അപ്പോൾ ഇൻട്രോവേർട്ടായ ആളുകൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും. ഓൾമോസ്റ്റ് ബിസിനസ്സുകാർക്ക് ഇൻട്രോവേർട്സ് ആയിരിക്കും. പിന്നെ എങ്ങനെയാണ് ആ ഒരു ഇൻട്രോവേർട്ട്, കാരണം ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു ലീഡർ, നമ്മുടെ പിന്നെ ഓട്ടോമാറ്റിക് ലീഡറായി മാറും. നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് നമ്മൾ മോട്ടിവേറ്റ് ചെയ്താലേ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള ഗതിയിലും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സംസാരിക്കേണ്ടി വരും. അങ്ങനെയാണ്. അതെ, അപ്പോൾ ആ രീതിയിൽ നമ്മളെ തന്നെ ആദ്യം മോട്ടിവേറ്റ് ചെയ്തു. തുടങ്ങിയത് ഞാൻ പറഞ്ഞില്ല, 97-98 ചെന്നൈയിൽ പോയത്. ആ സമയത്ത് ഫാദറിൻ്റെ ഹോട്ടലിൽ ലീസിന് കൊടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫാദറിൻ്റെ ജ്യേഷ്ഠൻ്റെ കസിൻ്റെ കൂടെ അവരുടെ ഹോട്ടലിൽ ഒരു പാർട്ട് ടൈം ജോബ് വീറ്റാണ് തുടങ്ങിയത്. കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ അവിടെ ഒരു കാഷ്യറായിട്ടും പിന്നെ പാർസൽ ബോയായിട്ടൊക്കെ ചെയ്തിരുന്നു. 2 വർഷം അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷമാണ് ഫാദറിൻ്റെ ഹോട്ടൽ തിരിച്ചെടുക്കുന്നത്, സംസം ഹോട്ടൽ. അതിൽ 5 വർഷം നടത്തിയതിന് ശേഷമാണ്
ഇത് സ്വന്തമായിട്ടുള്ളൊരു സംഭവം ചെയ്യുന്നത്. സ്റ്റെപ്പ് ആയിട്ടാണ് അപ്പോൾ ആ സമയത്തൊക്കെ മനസ്സിലൊരു സ്വന്തം റെസ്റ്റോറൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഈ പറയുന്ന പോലെ നമ്മുടെ കൂട്ടുകാരും നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ അത് മനസ്സിലാക്കി. നമ്മൾ കണ്ടു വളർന്നതും ഈ ബിസിനസ് ആണല്ലോ, അപ്പോൾ അതിൻ്റെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനി അഹ്ലൻ ഗ്രൂപ്പിൻ്റെ നെക്സ്റ്റ് എക്സ്പാൻഷൻസ് ഒക്കെ എന്തൊക്കെയാണ്? അഹ്ലനിൽ ഇപ്പോൾ ഉള്ള ഈ 3 ബ്രാൻഡുകളെ അടുത്ത ലെവലിൽ എത്തിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ലക്ഷ്യം. അതിൽ പാം ഷോറിനെ ഒരു നല്ലൊരു പ്രീമിയം അറബിക് മൾട്ടി ക്യൂഷൻ റെസ്റ്റോറൻ്റ് ആക്കി മാറ്റുക എന്നുള്ളതും പാൻ ഇന്ത്യയിൽ അറിയപ്പെടുന്ന റെസ്റ്റോറൻ്റ് ആക്കണം എന്നുള്ളതാണ്. അതുപോലെ കോപ്പർ കിച്ചൺ എന്ന റെസ്റ്റോറൻറ്റിനെ ഒരുപാട് സ്ഥലത്ത്, അതായത് ഇന്ത്യക്ക് പുറത്തൊക്കെ എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയിൽ ഒരു മിഡിൽ ക്ലാസ് ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് എന്നൊരു പേര് എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ബിരിയാണി മുബാറക്ക്, അതൊരു തമിഴ് കല്യാണ ബിരിയാണിയെ ഗ്ലോബലൈസ് ചെയ്യാനുള്ള ലക്ഷ്യത്തിൽ തുടങ്ങിയാണ്. നമ്മൾ KFC, പിസ്സ ഒക്കെ പോലെ ലോകത്തെല്ലാ സ്ഥലത്തും ബിരിയാണി എത്തിക്കുക എന്നുള്ളത്, തമിഴ് കല്യാണ ബിരിയാണി എത്തിക്കുക എന്നുള്ളതാണ് ബിരിയാണി മുബാറക്കിൻ്റെ ലക്ഷ്യം. പിന്നെ പുതിയ കോൺസെപ്റ്റിലുള്ള പുതിയ റെസ്റ്റോറൻറ്റുകൾ, ബ്രാൻഡുകൾ ചെയ്യണം എന്നുള്ളതാണ്. മൾട്ടി ബ്രാൻഡ് ഫാക്ടറി പോലെ ഒരു അഹ്ലനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരുപാട് ഫുഡ് പ്രൊഡക്ട്സിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതെ, ഫുഡ് പ്രൊഡക്ട്സ് അങ്ങനെ പറയല്ലേ? ഫുഡ് പ്രൊഡക്ട്സ്, അതെ, ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്ന പോലെ ഫുഡ് പ്രൊഡക്ട്സ് ആണ്. അത് ഒരു വലിയ സക്സസ് ആയിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കാരണം ഫുഡിനെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല. എസ്പെഷ്യലി കേരളത്തിലുള്ളവർക്ക് കൂടുതലും കോപ്പർ കിച്ചൺ ആയിരിക്കും അറിയുന്നത്. പിന്നെ ചെന്നൈ ബേസ് ആയിട്ടുള്ളവർക്ക് ഓൾറെഡി ഈ ബ്രാൻഡുകളൊക്കെ അറിയുന്നതാണ്. ശരിക്കും ഇങ്ങനെ ഒരു സംഭാഷണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ശരിക്കും ഒരുപാട് സന്തോഷം നൽകുന്നത്. കാരണം ഭക്ഷണത്തെക്കുറിച്ചിട്ടും അതിൻ്റെ ഈ പറയുന്ന പോലെ അതിൻ്റെ ഒരു ആത്മാവിനെ കുറിച്ചിട്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ വിളമ്പുന്ന കാര്യമാണ്. വിളമ്പ എന്ന് പറയുന്നത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എനിവൈസ് താങ്ക് യു സോ മച്ച്. ഇനിയും ഇക്കയ്ക്ക് ഒരുപാട് ഇക്കയുടെ എല്ലാ സ്വപ്നങ്ങളും നിറവേറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.